പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. പ്രിയമുള്ളവരെ, ഇന്ന് കൊത്തിന ഞായർ, നോമ്പിലെ ഒന്നാമത്തെ ഞായറാഴ്ച. നമ്മുടെ കർത്താവായ യേശു മിശിഹ പ്രവർത്തിച്ച ഒന്നാമത്തെ അത്ഭുതം ആണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. സംഭവം നമുക്കറിയാം. കാനായിലെ ഒരു കല്യാണ വിരുന്നിൽ ആ വീട്ടിലെ സംഭരിച്ചിരുന്ന വീഞ്ഞ് തക്ക സമയത്ത് തീരുകയും അവിടെ അതിഥികൾക്ക് വീഞ്ഞ് പകർന്നു കൊടുക്കുവാനായിട്ടില്ലാതെ വരികയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ യേശുവിൻ്റെ അമ്മയും യേശുവും സന്നിഹിതരായിരുന്നു എന്നുള്ളതാണ് വചനത്തിൽ പറയുന്നത്. ഒരുപക്ഷെ ആ ഭവനം യേശുവിൻ്റെ ഭവനവുമായിട്ട് കുറെ ബന്ധമുള്ളതായിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം യേശുവിൻ്റെ അമ്മ മാതാവ് മുമ്പേ തന്നെ ഭവനത്തിലെത്തുകയും അവരെ സഹായിക്കുകയും ചെയ്തിരുന്നു എന്നതാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ യേശു തമ്പുരാനും സാധാരണയല്ലാത്തതുപോലെ ഇവിടെ കല്യാണ വിരുന്നിന് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഈ ഭവനത്തിൽ വീഞ്ഞ് തീരുക എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ നാണക്കേടാണ് അന്നത്തെ കാലത്ത്. കാരണം കല്യാണ വിരുന്നിന് എത്തുന്നവർക്ക് ആ ഭവനത്തിൽ ഉള്ള ആതിഥേയൻ എത്രമാത്രം വീഞ്ഞ് വേണമെങ്കിലും അതിഥികൾ കൊടുക്കുവാനായിട്ട് ബാധ്യസ്ഥനാണ്. അതൊരു പക്ഷേ ഈ അവസരത്തിൽ കണക്കിലേറെ ആൾക്കാർ വന്നിട്ടായിരിക്കാം, നമുക്കറിയില്ല. എന്തായാലും സമയമായിരുന്നപ്പോഴത്തേക്ക് വീഞ്ഞ് തീരാറാകുന്നു. ആ വീട്ടുകാർക്ക് ആതിഥേയന് ഏറ്റവും വലിയ നാണംകേടുണ്ടാക്കുന്ന ഒരു സംഭവമാണിത്. ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായപ്പോഴേക്കും പരിശുദ്ധ കന്യമറിയം ഈ വിവരം തിരിച്ചറിയുകയും ഈ നാണക്കേടിൽ നിന്നും ബന്ധുവായ ഈ ആതിഥേയനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ അമ്മ മകനെ സമീപിക്കുകയാണ്. അപ്പോൾ അവിടെ യേശു തമ്പുരാൻ കിടത്തിൽ നിന്ന് കോരിയെടുത്ത പച്ചവെള്ളം ആശീർവദിച്ച് തൻ്റെ പിതാവായ ദൈവത്തോട് ആവശ്യപ്പെട്ടതനുസരിച്ച് അത് മേൽത്തരം വീഞ്ഞാക്കി മാറ്റിക്കൊണ്ട് ഇനി നിങ്ങൾ ഇത് എടുത്ത് അതിഥികൾക്ക് വിളമ്പുക എന്ന് പറഞ്ഞു കൊടുക്കുന്നു. വലിയൊരു മഹാ അത്ഭുതമാണ് അവിടെ നടക്കുന്നത്. ഈ ഒരു സംഭവത്തിൽ നിന്നും നമുക്ക് കുറേയേറെ കാര്യങ്ങൾ പഠിക്കുവാനായിട്ടുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം, മനുഷ്യൻ്റെ ആവശ്യത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവം, മനുഷ്യൻ്റെ ആവശ്യത്തിന് വേണ്ടി ദൈവത്തെ സമീപിക്കുകയും ദൈവം കനിഞ്ഞനുഗ്രഹിച്ച കൃപകൾ കൊടുക്കുകയും ചെയ്യുന്നു. അതൊരു യാഥാർത്ഥ്യം. എന്നാൽ ഇവിടെ യേശു തമ്പുരാൻ ദൈവമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് നമ്മുടെ ആവശ്യം മനസ്സിലാക്കി ഇറങ്ങി വന്ന് നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചു തരുന്ന ഒരു സന്ദർഭമാണ്. അതാണ് ഒരു ഇമ്മാനുവേൽ അനുഭവം. രണ്ടാമത്തെ ഒരു സംഗതി എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യം ബോധം. മാതാവിന് തൻ്റെ മകൻ ദൈവം ഇവിടെ അടുത്തുണ്ട് എന്നുള്ള ഒരു ബോധവും ഉണ്ടായിരുന്നത് കൊണ്ടാണ് അമ്മ തൻ്റെ മകനെ സമീപിച്ച് അവർക്ക് വീഞ്ഞില്ല, നീ അവരെ രക്ഷിക്കണം എന്ന് പറയുന്നത്. മാതാവിന് ദൈവബോധം, ദൈവ സാന്നിധ്യ ബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യത്തിൽ ദൈവം ഇറങ്ങി വന്നു. ദൈവ സാന്നിധ്യ സ്മരണ, ദൈവബോധം നമ്മെ എപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കണം, നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും എവിടെയാണെങ്കിലും എന്നത് ഇവിടെ ഒരു യാഥാർത്ഥ്യമാണ്. മൂന്നാമത്തെ ഒരു സംഗതി എന്ന് പറയുന്നത് അമ്മയുടെ മാധ്യസ്ഥമാണ്. നമുക്ക് പറഞ്ഞറിയിക്കുവാൻ വഹിയാത്ത ഒരു വലിയൊരു സംഭവമാണത്. ദൈവമാണ് നമുക്ക് നമ്മുടെ യാചനകൾ സ്വീകരിക്കുകയും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കനിഞ്ഞനുഗ്രഹിച്ച് തരികയും ചെയ്യുന്നത് ദൈവം തന്നെയാണ്, ദൈവശക്തിയാണ്, നമുക്കറിയാം, യാതൊരു സംശയവുമില്ല. പിന്നെ മാതാവിന് എന്തിവിടെ റോള് എന്ന് നമ്മൾ ചോദിച്ചേക്കാം. അതാണ് ഇവിടെ കണ്ടത്. നമ്മൾ മാതാവ് നമുക്ക് ദൈവ ഇടയിലായിട്ട് മധ്യസ്ഥയായിട്ട് നിൽക്കുകയാണ്, ഒരു ബ്രിഡ്ജായിട്ട്. അപ്പം നമ്മുടെ ആവശ്യം മാതാവ് മനസ്സിലാക്കുകയും അത് ദൈവത്തിന് മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്തു. ഇത് തന്നെയാണ് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മാതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, ആ മാധ്യസ്ഥം യാചിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ മറ്റ് മതസ്ഥരോ അല്ലെങ്കിൽ മറ്റ് മനുഷ്യരോ അറിവില്ലാതെ പറയുന്നത് പോലെ നമ്മൾ ഒരിക്കലും മാതാവിനെ നമ്മൾ ആരാധിക്കുകയോ സ്തുതിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. മാതാവിനെ ആരാധിക്കുവാൻ പാടില്ല. കാരണം ആരാധന ദൈവത്തിന് മാത്രമുള്ളതാണ്. അവരൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് മാതാവിൻ്റെ മധ്യസ്ഥം ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമായിരിക്കുന്നു എന്നുള്ളത് നമ്മെ ഇന്ന് ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ 2-3 കാര്യങ്ങൾ നമുക്കിന്ന് വിചിന്തനം ചെയ്യാം. ഒന്നാമത് ദൈവം നമ്മളിലേക്ക് ഇറങ്ങി വരുന്നു, നമുക്ക് ഒരു ഇമ്മാനുവൽ അനുഭവം തരുന്നു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യ സ്മരണ
എപ്പോഴും നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കണം. മൂന്നാമതായിട്ട് മാതാവിൻ്റെ മധ്യസ്ഥം നമുക്ക് അത്യന്താപേക്ഷിതമായിട്ട് എന്നും നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കണം എന്നുള്ള ഒരു യാഥാർത്ഥ്യം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.